പ്രേക്ഷകരോട് പറയേണ്ടത് ഹൗസിംഗ് കോളനി പരിസരത്ത് താക്കോലോടുകൂടി ഏതെങ്കിലും ബൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് സൂക്ഷിച്ചു വെച്ചോളൂ. ബാലമുരുകൻ എന്ന പ്രതി വിയൂർ സെൻട്രൽ ജയിലിന് പരിസരത്തെ ഹൗസിംഗ് കോളനി പരിസരത്ത് രാവിലെ കണ്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. ജെയ്സൺ, രാവിലെ 3 മണിക്ക് ഏതോ ഒരു പോലീസുകാർ ഈ ജെയ്സനെ അവിടെ ഒന്ന് കണ്ടു എന്നാണ് പറയുന്നത്. എന്തായാലും കേരള പോലീസിലെ മിടുക്കന്മാര് ഗോവിന്ദചാമിയെ പൊക്കിയതുപോലെ ബാലമുരുകനെയും പൊക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൃശ്ശൂർ അങ്ങനെ ഓടി അങ്ങനെ രക്ഷപ്പെടാനും പറ്റില്ല. ഇതിനകം തന്നെ ഈ വാർത്ത ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെയൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ. അരുൺകുമാർ ജെയ്സനെ കണ്ടു എന്നല്ല, ഞാൻ തമാശ കണ്ടു. ജെയ്സൺ 3 മണിക്ക് എത്തിയിരുന്നില്ല. ജെയ്സൺ നമ്മുടെ ആദ്യം ബാലമുരുകനെ കണ്ടു. അതെ, തിരിച്ചു അതെ, ബാലമുരുകനെ കണ്ടു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഗോവിന്ദചാമിയെ കണ്ടെത്തിയത് ഒരു കിണറിനകത്തുനിന്നാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ തട്ടിപ്പ് കവർച്ചക്കാരുടെ അതുപോലെ തന്നെ ഇത്തരം ക്രിമിനലുകളെയും ജയിൽ ചാടുന്നവരുടെയൊക്കെ പുതിയ രീതി എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇവിടെ വന്നാൽ ഓടി രക്ഷപ്പെടുക, മറ്റേതെങ്കിലും അകലേക്ക് രക്ഷപ്പെടുക എന്നതാണ്. ഇപ്പോഴത്തെ ശൈലി എന്നാൽ തൊട്ടടുത്ത വീടുകളൊക്കെ ആവുമ്പോൾ ആളുകൾ കുറേയും കൂടിയും സേഫായി അവർക്ക് ഇരിക്കാം. പോലീസ് പെട്ടെന്ന് വരില്ല, അവിടേക്ക് പോലീസ് പരിശോധന പെട്ടെന്ന് ഉണ്ടാവില്ല എന്നുള്ള ആത്മവിശ്വാസം ഈ ജയിൽ ചാടുന്നവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമി എങ്ങനെയാണ് കിണറിൽ നിന്ന് കിട്ടിയത്, അതുപോലെ തന്നെയാണ് ഇയാളുടെ രീതികൾ അങ്ങനെ തന്നെയാണ്. ഹൗസിംഗ് കോളനി സമീപത്തോടെ നടക്കുന്നു, കുറച്ചു നേരം സുരക്ഷിതമായി അധികം ആളുകൾ കാണാൻ കഴിയാത്തൊരു സ്ഥലത്തിരിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് സേഫായിട്ട് ഒരു ബൈക്ക് മോഷ്ടിച്ച് കടന്നു പോകുന്നു. അത്തരത്തിൽ ആ ഒരു രീതിയിൽ തന്നെ ഇയാൾക്ക് മുൻകാല അനുഭവവും ചരിത്രവും ഉള്ളതുകൊണ്ട് ഇയാളെ സംബന്ധിച്ച് ഇയാൾ കണ്ടെത്തിയതും ഒരു ഹൗസിംഗ് കോളനി, നമ്മൾ പോലീസിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. കുറേ നേരം പോലീസ് ആ പരിസരത്തൊക്കെ തെരച്ചിട്ട് അതിന്റെ ദൃശ്യങ്ങളെല്ലാം നാം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് ഒരു ചതുപ്പിലൂടെ പോലീസ് ചാടിപ്പോയി എന്നാണ് പോലീസ് നമ്മോട് പറഞ്ഞത്. ആ പരിസരത്തെത്തുമ്പോൾ ഒരു പ്രശ്നം, പോലീസിന്റെ ഷൂ ആണ്. ഈ ചതുപ്പിലേക്ക് ഈ ഷൂ ഇട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ താന്നു പോകും. ഇയാളാണെങ്കിൽ ചെരുപ്പ് പോലുമില്ല, ഇയാൾക്ക് ഓടിപ്പോകാൻ എളുപ്പത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശങ്ങൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ റാ ആകൃതിയിൽ വളച്ചു വെച്ച ഒരു മീശയൊക്കെ ആയിട്ടാണോ ഇയാൾ സഞ്ചരിച്ചിരുന്നത്? ഒരു ടിപ്പിക്കൽ തമിഴ് ക്രിമിനൽ ലുക്കൊക്കെ ഉണ്ടല്ലോ അരുൺകുമാറിന്. ഒരു നീണ്ട മീശ, അറ്റത്തൊരു കട്ട സാധനം, അങ്ങനെയൊക്കെ. ഈ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ ഫോട്ടോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ പോലീസ് തന്നെ ഇപ്പോൾ വിയൂർ ജയിലിൽ നിന്ന് അതിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടാകണം. നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ ചിത്രം അത് തന്നെയാണ്. കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഇയാൾ രക്ഷപ്പെടുമ്പോൾ വെള്ളമുണ്ടും കറുത്ത ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. പ്രധാനമായും ബൈക്കുകളിൽ കയറി രക്ഷപ്പെടുക, വീടുകളെ സമീപത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകളിൽ ബൈക്ക് മോഷ്ടിച്ച് അതിൽ കയറി രക്ഷപ്പെടുക, അതിന്റെ പെട്രോൾ കഴിയുമ്പോൾ അവിടെ ഉപേക്ഷിക്കുക, അടുത്ത വാഹനം മോഷ്ടിക്കുക, അങ്ങനെ ഇയാൾ കുറച്ച് കാടും പടലും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇയാൾക്ക് അങ്ങനെ അവിടെ അധിക നേരം ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഈ ഹൗസിംഗ് കോളനി പരിസരത്ത് ഇനി അധിക സമയം ഒളിച്ചിരിക്കാനാണെങ്കിൽ പകലായിരിക്കുന്നു. പ്രത്യേകിച്ച് നിബിഡമാണ്, ജനനിബിഡമായ പ്രദേശങ്ങളാണ്. ഹൗസിംഗ് കോളനി എന്ന് പറയുന്നത് ഒരുപാട് ഭൂമികളിൽ വളരെ അടുത്തടുത്ത വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് അധിക നേരം ഒളിച്ചിരിക്കാനില്ല. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ 3 മണിക്ക് നടത്തിയ പരിശോധനയിൽ 3 മണിക്ക് ഈ ക്രിമിനലിനെ, ഈ രക്ഷപ്പെട്ട ആളെ ബാലമുരുകനെ കണ്ടു. പക്ഷേ അയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കുക, ഇവിടെ നിന്ന് ചാടിപ്പോയി ഏകദേശം 500-600 മീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം പരിശോധന നടക്കുന്നത്. ഇവിടെ നിന്ന് ചാടിപ്പോയാൽ സ്വാഭാവികമായ യുക്തി വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കടന്നു പോകില്ല എന്നുള്ള ചിന്തയുണ്ടാവാം. പക്ഷേ ഇയാളുടെ രീതിയും ഇപ്പോൾ 3 മണിക്ക് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞതും വെച്ച് ഈ പരിസരം വിട്ട് ഏകദേശം 1-2 കിലോമീറ്റർ ചുറ്റളവിൽ ഇയാൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. തമിഴ്നാട് പോലീസിന്റെ രക്ഷപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്നത് വെള്ളമുണ്ടും കറുത്ത ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. റാ ആകൃതിയിൽ ഉള്ളൊരു മീശയുള്ള ഒരാളാണ് ഇയാൾ. ബൈക്കിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലോ അതല്ലെങ്കിൽ ഈ ചെറിയ കാടിൻ്റെ പരിസരത്തോ കിണറിൻ്റെ പരിസരത്തോ ഒക്കെ ഇയാൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെയും ഇയാൾ സമാനമായ രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഇയാൾ മോഷ്ടിച്ചൊരു ബൈക്കിലാണ് കടന്നു കളഞ്ഞത്. ഇയാൾ കുപ്രസിദ്ധ മോഷ്ടാവാണ്. അപ്പോൾ വിയൂര് പരിസരത്തെ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പരിസരത്തുള്ള കുട്ടികളാണെങ്കിലും മറ്റുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വഴിയേ പോകുന്ന വഴിക്ക് ഇതേപോലെ വളച്ചുവെച്ച മീശയുമായിട്ട് ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്ന ഒരാളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് നിങ്ങൾ കാണുന്നത്. അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മളുടെ നമ്പറിലും അറിയിക്കാവുന്നതാണ്. എനിക്കൊന്ന് നമ്മുടെ നമ്പർ കൂടി നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. 53 കേസുകളിലെ പ്രതിയായ ഒരു കുപ്രസിദ്ധ മോഷ്ടാവാണ് വിയൂരിൽ ജയിലിൻ്റെ ഭാഗത്ത്
ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അയാളെ തിരഞ്ഞ് പോലീസ് ഇപ്പോഴും നടക്കുകയാണ്. ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ 3 മണിയോടുകൂടി പോലീസിന്റെ കയ്യിൽ നിന്ന് ഇയാൾ വഴുതിപ്പോയതായിട്ട് അറിയുന്നു. തമിഴ്നാട് പോലീസാണ് ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. ആ ഭാഗത്ത് വെച്ചാണ് ഇയാളെ കാണാതായിരിക്കുന്നത്. ആ തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. പോലീസിങ്ങിന്റെ എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അയാളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. പ്രേക്ഷകർക്ക് കാണുന്നത് ആ തെരച്ചിലിന്റെ ദൃശ്യങ്ങളാണ്. എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും വെച്ച് നിങ്ങൾ ഇയാളെ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. വളരെ പെട്ടെന്ന് നിർണായകമായ ഒരു വിവരമായിരിക്കും നിങ്ങൾ കൈമാറുക. അയാളെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കൂ.